ഹലോ, ഇന്ന് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു മിക്സഡ് ഫ്രൂട്ട് പായസമാണ് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ അത് പായസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ 2 ഏത്തപ്പഴം ഉണ്ട്, അതുപോലെ ഒരു പകുതി പൈനാപ്പിൾ, പിന്നെ ഒരു മീഡിയം സൈസുള്ള ഒരു ആപ്പിൾ. ഇത്രയും സാധനങ്ങളാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പായസത്തിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാഷ്യൂ നട്ടും അതുപോലെ തന്നെ മുന്തിരി നമുക്കൊന്ന് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് ആദ്യം കശുവണ്ടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്തിരിയും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റിയെടുത്തേക്കാണ്. ഇനി നമ്മൾ ആ സെയിം നെയ്യിൽ തന്നെ ആദ്യം ഞാനിവിടെ പൈനാപ്പിളാട്ടോ ഇട്ടത്. പൈനാപ്പിൾ ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞപ്പോഴാണ് ഞാനതിലേക്ക് പഴം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം, ഞാനിങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പഴത്തിൻ്റെ ഒപ്പം തന്നെ ഞാനിവിടെ ആപ്പിളും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരേ സൈസിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ പോംഗ്രനേറ്റ് എടുക്കുന്നുണ്ട്. അത് നമുക്ക് വേവിക്കേണ്ട, ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. പിന്നെ നമ്മൾ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ആ ഫ്രൂട്ട്സിന് പിടിക്കാൻ ആവശ്യത്തിന് മാത്രം മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പ് അടുക്കെ അളവിൽ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ പഞ്ചസാരയുടെ നനവിൽ കിടന്നിട്ടാണ് ഈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നത്. വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് താഴെ ഒന്ന് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ടിട്ട് നമുക്ക് പായസത്തിലേക്കുള്ള പാലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 പാക്കറ്റ് അളവിൽ പാലാണ് ഞാൻ എടുത്തത്. അതിൽ ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ പാൽ ഞാൻ മാറ്റിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടെ കലക്കാണ്. അപ്പോൾ നമ്മൾ പാൽ നന്നായിട്ട് ചൂടായി തിളക്കാൻ തുടങ്ങണ ആ ഒരു പരുവത്തിൽ മാത്രം കസ്റ്റാർഡ് പൗഡർ കലക്കിയത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചിട്ട് പോവും. അപ്പോൾ കസ്റ്റാർഡ് കലക്കുമ്പോൾ നമ്മളുടെ പായസത്തിന് അത്യാവശ്യം ഒരു തിക്നെസ്സും കിട്ടും. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചവ്വരി വറുത്ത് പൊടിച്ചിടുകയോ അല്ലാന്നുണ്ടെങ്കിൽ വേവിച്ചിടുകയോ ചെയ്യാം കേട്ടോ. ഇതൊന്നും അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്താലും അത്യാവശ്യം നല്ലൊരു തിക്നെസ് കിട്ടും. അപ്പോൾ നമ്മളുടെ എന്തോരം തിക്നെസ് വേണം അതിനനുസരിച്ച് കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കസ്റ്റാർഡ് ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ കസ്റ്റാർഡ് ചേർക്കുമ്പോൾ വേറെ ഫ്ലേവറിന് ഏലക്കപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതിന് തന്നെ ഒരു ചെറിയൊരു ഐസ്ക്രീമിൻ്റെയും ഫ്രൂട്ട് സലാഡിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഫ്ലേവറിന് വേണ്ടി ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതോടെ മാറ്റി വയ്ക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഫ്രൂട്ടിൻ്റെ മിക്സൊക്കെ ഒരുമാതിരി ഒന്ന് തണുത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഏകദേശം അതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള നമ്മളുടെ പായസത്തിന് നമ്മൾ പാലിൽ മധുരമൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തത്. മിൽക്ക് മെയ്ഡ് നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. മിൽക്ക് മെയ്ഡിൽ അത്യാവശ്യം കുറച്ച് കോൺഫ്ലോറൊക്കെ ഉണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ പായസം ഇരിക്കും തോറും കുറച്ച് തിക്നെസ്സൊക്കെ കൂടിക്കോളും. അപ്പോൾ അതിനനുസരിച്ച് പാല് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പാകം നോക്കി പാല് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ ഇനി അടുപ്പത്തൊന്നും വെക്കാണ്ട കേട്ടോ, താഴത്ത് വെച്ചിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പോംഗ്രനേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വേവിച്ചിട്ടൊന്നുമില്ല, മാതളനാരങ്ങ ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ചെറിയൊരു പിങ്കിഷ് കളറൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കിടക്കുമ്പോൾ കാണാനും ഒരു ഭംഗിയായിരിക്കും, കഴിക്കാനും ഇടയ്ക്ക് കടിക്കാനും ഒക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു പായസം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച ആ കശുവണ്ടി അതുപോലെ തന്നെ മുന്തിരിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പായസം അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. തുടർന്ന് ഇതുപോലുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കണേ. വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.